ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു കൊണ്ടുവരുന്ന വണ്ടിയാണ്. വഴിയിലിടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പെട്ടുപോയിരുന്നു. അപ്പോൾ നമ്മൾ പോയി എടുത്തു കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് പ്ലഗിനകത്തേക്ക് കറണ്ട് തന്നെ ഉണ്ടായില്ല, സ്പാർക്ക് പ്ലഗിലേക്ക് അതിൻ്റെ പവർ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ടർ കോയിലിൻ്റെയാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഭാഗത്ത് തന്നെ കോയിൽ. ഇപ്പോൾ നമ്മൾ മാറ്റി പുതിയതൊരെണ്ണം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കി കിട്ടിയാണ്. അപ്പോൾ അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് ട്രൈ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ബാറ്ററിയൊക്കെ ഒന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ബാറ്ററി ചാർജ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ബാറ്ററിയും കൂടി ഒന്ന് നമ്മൾ ചാർജ് ചെയ്ത് കയറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. കാരണം കോയിൽ അസംബ്ലി മാത്രം നമുക്ക് 1506 രൂപ തന്നെയുണ്ട് സ്റ്റാർട്ടർ കംപ്ലീറ്റിന് മാത്രം. അതായത് ഈ ഇരിക്കുന്ന കോയിലിന് മാത്രം 1506 രൂപ ഉണ്ട്. പിന്നെ ബാറ്ററി ചാർജ് വരും, പിന്നെ നമുക്ക് വണ്ടി കോയിൽ മാറ്റുന്നതിൻ്റെ ലേബർ ചാർജ് വരും, വണ്ടി പോയി എടുത്തതിൻ്റെ പൈസയും അതിൻ്റെ അഡീഷണൽ വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റായിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയോ വർക്ക്, വേറെ എന്തെങ്കിലും വർക്ക് വേറെ ഒന്നും ഓടിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞോളൂ, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.